തിരുവനന്തപുരം MLA ആന്റണി രാജു അയോഗ്യനായി. തൊണ്ടി മുതൽ നശിപ്പിച്ച് മയക്കുമരുന്ന് കേസിൽ പ്രതിയെ രക്ഷിച്ചുവെന്ന ഏറ്റവും വലിയ കുറ്റം ചെയ്ത ഒരു MLA, അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ അകത്താകുന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജു MLA സ്ഥാനവും പോയി അകത്താകുന്നത് 4 മാസം മാത്രം ബാക്കിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലഹരി കേസിൽ വിദേശിയായ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ അട്ടിമറിച്ച കേസിൽ ആന്റണി രാജുവിന് തടവ് ശിക്ഷ ലഭിക്കുമ്പോൾ അത് ഒരു ഭരണപക്ഷ നേതാവിൻ്റെ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. ശിക്ഷാവിധി പ്രകാരം ഗൂഢാലോചനയ്ക്ക് 6 മാസം തടവ്, തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും. കള്ളത്തെളിവ് ഉണ്ടാക്കൽ വകുപ്പിനാണ് 3 വർഷം തടവ് നെടുമങ്ങാട് 1ാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചത്. കേസ് CGM കോടതി പരിഗണിക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തു. നീതിന്യായ രംഗത്ത് തന്നെ അപൂർവമായൊരു കേസിലാണ് ഇന്ന് നെടുമങ്ങാട്ടെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. ലഹരി കേസിലെ പ്രതിയെ രക്ഷിക്കാനായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ജനപ്രതിനിധിയും മുൻ കോടതി ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ കുറ്റമാണ് ഇന്ന് തെളിയിക്കപ്പെട്ടത്. അതാണ് ശിക്ഷ വിധിക്കപ്പെട്ടത്. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു MLA. അതായത് 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച 2 പാക്കറ്റ് ചരസുമായി ഓസ്ട്രേലിയൻ പൗരൻ പിടിയിലാകുന്നത്. ഈ കേസിലെ പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടത് കോടതി കസ്റ്റഡിയിലായിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചതിനെ തുടർന്നാണെന്നാണ് കണ്ടെത്തിയത്. അതിൽ തിരുവനന്തപുരം ബാറിൽ അഭിഭാഷകനായിരിക്കെ അഡ്വക്കേറ്റ് ആന്റണി രാജു എന്ന ഇന്നത്തെ MLA കോടതി ക്ലർക്കിന്റെ സഹായത്തോടെയാണ് അടിവസ്ത്രം മാറ്റിയത് എന്നാണ് കണ്ടെത്തിയത്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന വിധി വരുമ്പോൾ വളരെ നിർണായകമായത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഇടപെടലാണ്. വിചാരണ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ മാധ്യമപ്രവർത്തകനായ അനിൽ ഇമാനുവൽ നടത്തിയ ഇടപെടലുകളാണ് കേസിന്റെ ഗതി തന്നെ മാറ്റിയത്. കേസിൽ വഞ്ചനാ കുറ്റം കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി അനിൽ ഇമാനുവൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് ആന്റണി രാജുവിനെതിരെയുള്ള കുരുക്ക് മുറുകിയത്. അതിപ്പോൾ ശിക്ഷാവിധിയിലേക്കും എത്തി. മനോരമയിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു അന്ന് അനിൽ. മനോരമയുമായി അകലം പാലിച്ചിരുന്ന കാലത്ത് ഫേസ്ബുക്കിലൂടെയാണ് അനിൽ ഇമാനുവൽ ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത്. ഈ കേസിലെ ഓരോ ഘട്ടത്തിലുമുള്ള അട്ടിമറി ശ്രമങ്ങളും അജ്ഞാതമായിരുന്ന വിവരങ്ങളും പുറത്തു കൊണ്ടുവന്നത് അനിലിൻ്റെ നിശ്ചയദാർഢ്യവും അന്വേഷണാത്മക പത്രപ്രവർത്തനവുമായിരുന്നു. 2006-ൽ കുറ്റപത്രം നൽകിയിട്ടും 16 വർഷത്തോളം വിചാരണയില്ലാതെ കേസ് കെട്ടിക്കിടന്നതും പ്രതികൾ കോടതിയിൽ ഹാജരാകാതെ ഒളിച്ചു കളിച്ചതുമെല്ലാം അനിലാണ് പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചത്. നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ വഞ്ചന കൂടി കുറ്റപത്രത്തിൽ ചേർത്തതോടെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞു. അങ്ങനെ ആ കേസ് വിധിയിലേക്കും ഇന്നെത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു മുൻമന്ത്രി, നിലവിലെ MLA, വലിയ കുറ്റവാളിയായി MLA സ്ഥാനവും പോയി ഇനി ജയിലറയിൽ അകത്ത് കിടക്കാൻ പോകുകയാണ്.